ബാർക്കോഴ കേസ് ഡയറി വിജിലൻസ് പരിശോധിക്കും. ഇവയുടെ പകർപ്പ് ഹാജരാക്കാൻ വിജിലൻസിന് കോടതിയുടെ നിർദ്ദേശം. വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി KG ദിനകർ ചേരുന്നു. ദിനകർ, എന്തൊക്കെയാണ് കോടതി ഇത് സംബന്ധിച്ച് പറഞ്ഞത്? എന്തൊക്കെ വിശദാംശങ്ങൾ? അജിംഷദ് KM മാണിക്കെതിരായ ബാർക്കോഴ കേസിൽ കേസ് ഡയറിയിൽ തിരുത്തൽ വരുത്തിയെന്ന ഹർജിക്കാരനായ ഫായിച്ചർ നവാസിന്റെ വാദമാണ് കോടതി പരിശോധിക്കുക. കേസ് ഡയറിയുടെ 8-9 ഭാഗങ്ങളുടെ പകർപ്പ് നൽകാൻ കോടതി വിജിലൻസിന് നിർദ്ദേശം നൽകിയിട്ടുമുണ്ട്. വിജിലൻസ് ഡയറക്ടർ ശങ്കർ റെഡ്ഡി, അന്വേഷണ ഉദ്യോഗസ്ഥനായിരുന്ന SP സുകേശൻ എന്നിവർ കേസ് അട്ടിമറിച്ചുവെന്നും ഇവർക്കെതിരെ കേസെടുക്കണമെന്നും ചൂണ്ടിക്കാട്ടി പൊതുപ്രവർത്തകനായ ഫായിച്ചർ നവാസ് നേരത്തെ ഹർജി സമർപ്പിച്ചിരുന്നു. ഈ ഹർജിയിന്മേൽ കേസ് ഡയറി ഹാജരാക്കാൻ കോടതി നിർദ്ദേശം നൽകിയിരുന്നു. ഇത്തരത്തിൽ കോടതിയിൽ ഇന്ന് കേസ് ഡയറി ഹാജരാക്കിയപ്പോഴാണ് 8-9 ഭാഗങ്ങളിൽ വെട്ടിത്തിരുത്തലുകൾ വരുത്തിയിട്ടുണ്ട് എന്ന ഹർജിക്കാരൻ വാദം ഉന്നയിച്ചത്. ഇത് കോടതി മുഖവിലക്കെടുക്കുകയും ഇത് പരിശോധിക്കാമെന്ന് കോടതി നിലപാട് സ്വീകരിക്കുകയുമായിരുന്നു. നാളെ ഇക്കാര്യം പരിശോധിച്ചുകൊണ്ട് ഇരുവർക്കുമെതിരെ കേസെടുക്കുന്ന കാര്യത്തിൽ കോടതി തീരുമാനം കൈക്കൊള്ളും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതേസമയം കേസ് ഡയറി കോടതി ഇന്ന് തിരികെ നൽകുകയും ചെയ്തു. കേസ് അന്വേഷണം നടക്കുന്നതിനാൽ കേസ് ഡയറി തിരികെ നൽകുകയാണ് ഉണ്ടായത്. UDF സർക്കാരിന്റെ കാലത്ത് ബാർക്കോഴ കേസിൽ KM മാണിക്കെതിരെ തെളിവില്ലെന്ന കണ്ടെത്തലായിരുന്നു വിജിലൻസ് നടത്തിയിരുന്നത്. എന്നാൽ LDF സർക്കാർ അധികാരത്തിലെത്തിയതിനു ശേഷം തുടരന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് അന്വേഷണ ഉദ്യോഗസ്ഥനായിരുന്ന SP സുകേശൻ തന്നെ ഹർജി സമർപ്പിച്ചു. ഹർജിയിന്മേൽ തുടരന്വേഷണത്തിന് കോടതി ഉത്തരവിടുകയും ചെയ്തു. തുടർന്നാണ് ശങ്കർ റെഡ്ഡിയും സുകേശനും കേസ് അട്ടിമറിച്ചുവെന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് കോടതിയിൽ ഹർജി സമർപ്പിക്കപ്പെട്ടത്. ഈ ഹർജിയിന്മേലാണ് കോടതി ഇപ്പോൾ വാദം കേൾക്കുന്നത്. ശരി ദിനകറാണ് വിശദാംശങ്ങൾ നൽകിയത്. മറ്റൊരു വാർത്തയിലേക്ക്. കോൺഗ്രസിലെ അനൈക്യത്തിലും സുധീരന്റെ നിലപാടിനോടും മുസ്ലിം ലീഗിന് അതൃപ്തി. UDFന്റെ പരിപാടികളിൽ നിന്ന് സുധീരൻ വിട്ടുനിൽക്കുന്നു. യൂത്ത് കോൺഗ്രസിന്റെ നിരാഹാര സമരത്തിലും ഇന്ന് കണ്ണൂരിൽ നടന്ന സമാധാന സംഗമത്തിലും സുധീരൻ പങ്കെടുത്തില്ല. ലീഗിന്റെ അതൃപ്തി കോൺഗ്രസ് നേതൃത്വത്തെ അറിയിക്കും. UDFന്റെ പ്രധാന പരിപാടികളെ കോൺഗ്രസിലെ അനൈക്യം ബാധിക്കുന്നുവെന്നാണ് ലീഗിന്റെ പരാതി. കണ്ണൂരിൽ നടന്ന അക്രമവിരുദ്ധ സംഗമത്തിൽ നിന്ന് VM സുധീരൻ വിട്ടുനിന്നതാണ് ലീഗിനെ ചൊടിപ്പിച്ചത്. നേരത്തെ തീരുമാനിച്ച പ്രധാന പരിപാടിയായിട്ടും മുഖ്യകക്ഷിയുടെ അധ്യക്ഷൻ പങ്കെടുക്കാത്തത് പരിപാടിയുടെ ശോഭ കെടുത്തിയെന്ന് ലീഗ് നേതാക്കൾ പറയുന്നു. നിയമസഭാ സമ്മേളനവുമായി ബന്ധപ്പെട്ട ഈ മാസം 26-ന് ചേരുന്ന UDF പാർലമെന്ററി പാർട്ടി യോഗത്തിൽ ലീഗ് അതൃപ്തി അറിയിക്കും. പത്തനംതിട്ടയിലും കോട്ടയത്തും ഇന്ന് വിവിധ പരിപാടികളിൽ സുധീരൻ പങ്കെടുക്കുന്നുണ്ട്. UDF മുൻകൂട്ടി തീരുമാനിച്ച സുപ്രധാന പരിപാടിയായ അക്രമവിരുദ്ധ സംഗമത്തേക്കാൾ പ്രാധാന്യം ഈ പരിപാടിക്കുണ്ടോ എന്ന് ലീഗ് നേതാക്കൾ ചോദിക്കുന്നു. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ഡീൻ കുര്യാക്കോസും വൈസ് പ്രസിഡന്റ് CR മഹേഷും സെക്രട്ടേറിയറ്റിന് മുന്നിൽ 3 ദിവസമായി നിരാഹാര സമരം നടത്തുകയാണ്. സമരസ്ഥലത്തും സുധീരൻ എത്തിയിട്ടില്ല. MM ഹസന്റെ നേതൃത്വത്തിൽ കന്യാകുമാരിയിൽ നിന്ന് രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്ത് വർക്കലയിൽ സമാപിക്കുന്ന യാത്രയിൽ എവിടെയും സുധീരനെ ക്ഷണിച്ചിട്ടില്ല. ഉമ്മൻചാണ്ടിയാണ് സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത്. ഇതിലെ അതൃപ്തിയാണ് സുധീരനും പ്രകടിപ്പിക്കുന്നത്. പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട തർക്കങ്ങളെ തുടർന്നാണ് കോൺഗ്രസിലെ ഗ്രൂപ്പുകൾ പരിപാടികളിൽ നിന്ന് സുധീരനെ ഒഴിവാക്കി നിർത്തുന്നത്. MR സജേഷ്, ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. കാസർഗോഡ് ഉപ്പളയിൽ ബൈക്ക് യാത്രികരായ യുവാക്കളെ റോഡിൽ ലാത്തികൊണ്ട് അടിച്ച സംഭവത്തിൽ ജില്ലാ പോലീസ് മേധാവി തോംസൺ ജോസിന്റെ നിർദ്ദേശത്തിൽ അന്വേഷണം ആരംഭിച്ചു. ബൈക്കിനെ പിന്തുടർന്നാണ് AR ക്യാമ്പിലെ പോലീസുകാരൻ യുവാക്കളെ ലാത്തികൊണ്ട് അടിച്ചത്. ഈ ദൃശ്യം മൊബൈൽ ഫോണിൽ പകർത്തിയ യുവാവിനെയും മർദ്ദിച്ചതായും പരാതിയുണ്ട്. ചെങ്കുളം വൈദ്യുതി പദ്ധതിക്ക് ജലമെത്തിക്കുന്ന സർജിക് ടാങ്കിന് ചോർച്ച. 62 വർഷം മുമ്പ് സ്ഥാപിച്ച ടാങ്ക് 2 ആഴ്ചയായി ചോർന്നൊലിക്കുന്നു. മലമുകളിലെ ടാങ്ക് തകർന്നാൽ വൻ ദുരന്തമാകും ഉണ്ടാവുക. 400 കുട്ടികൾ പഠിക്കുന്ന സർക്കാർ സ്കൂളാണ് മലയുടെ തൊട്ടു താഴെയുള്ളത്. ചെങ്കുളം വൈദ്യുത പദ്ധതിയിലേക്ക് ജലമെത്തിക്കുന്ന സർജിക് ടാങ്കാണ് ഒരു നാടിനെ മുഴുവൻ ഭീതിയിലാക്കിയിരിക്കുന്നത്. 62 വർഷം പഴക്കമുള്ള ടാങ്ക് ചോർന്നൊലിക്കാൻ തുടങ്ങിയിട്ട് 2 ആഴ്ച പിന്നിടുന്നു. ചെങ്കുളം പവർ ഹൗസിന് മുകളിലായി സർജിക് കുന്നിലെ പാറയിലാണ് അപകടമാം വിധം ടാങ്ക് നിൽക്കുന്നത്. ടണൽ വഴി സർജിക് ടാങ്കിലെത്തുന്ന ജലം 2 പെൻസ്റ്റോക്കുകളിലൂടെയാണ് പവർ ഹൗസിൽ എത്തിച്ച് വൈദ്യുത ഉൽപാദനം നടത്തുന്നത്. മലയ്ക്ക് മുകളിലെ 40 അടി ഉയരത്തിലും പാറയ്ക്കുള്ളിലേക്ക് 80 അടി താഴ്ചയിലുമാണ് സർജിക് ടാങ്ക് ഉള്ളത്. ടാങ്ക് തകർന്നാൽ താഴെയുള്ള പ്രദേശങ്ങൾ ഒന്നടങ്കം ഒലിച്ചു പോകും. മലയ്ക്ക് താഴെ 400-ലധികം വിദ്യാർത്ഥികൾ പഠിക്കുന്ന വെള്ളത്തൂവൽ സർക്കാർ സ്കൂളും 40ഓളം കുടുംബങ്ങളും ദുരിതമുണ്ടായാൽ ഇതിനിരയാകും. കാര്യങ്ങൾ ഇങ്ങനെയാണെങ്കിലും KSEB അധികൃതർ ഇക്കാര്യമെല്ലാം തന്നെ മറച്ചുവെക്കുകയാണ്. പദ്ധതി പ്രദേശത്ത് സന്ദർശനം നടത്തിയ
വൈദ്യുതി മന്ത്രി കടകംപള്ളി സുരേന്ദ്രനോട് പോലും ഇക്കാര്യം അധികൃതർ ഇതുവരെ ധരിപ്പിച്ചിട്ടില്ല. 7 വർഷങ്ങൾക്കപ്പുറം പന്നിയാർ പെൻസ്റ്റോക്ക് ദുരന്തത്തിൽ മരിച്ചവരുടെ സ്മാരകം നിലകൊള്ളുന്നതും ഇവിടെയാണ്. എന്നിട്ടും ദുരന്തം ഒഴിവാക്കാനുള്ള ഒരു നടപടിയും അധികൃതരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നില്ല. ചെങ്കുളം പദ്ധതിയുടെ സർജിക് വാൽവിന്റെ ചോർച്ച സംബന്ധിച്ച കാര്യങ്ങൾ അധികൃതർ മറച്ചുവെച്ചത് ദുരന്തങ്ങൾ എത്ര വന്നാലും പഠിക്കില്ല എന്നതിന് ഉദാഹരണമാണ്. വലിയ ദുരന്തം തലയ്ക്ക് മുകളിൽ നിൽക്കുമ്പോഴും നാട്ടുകാരുടെ ഭീതി അകറ്റാൻ അധികൃതർ ഒന്നും ചെയ്യുന്നില്ല. ഇടുക്കിയിൽ നിന്നും ക്യാമറമാൻ ദിലീപ് ഗോപിക്കൊപ്പം ലെസ്ലി ജോൺ. ആറന്മുളയിൽ കൃഷിയിറക്കാനുള്ള പ്രാരംഭഘട്ട പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. 56 ഹെക്ടർ സ്ഥലത്ത് കൃഷിയിറക്കുന്നതിനായുള്ള നിലമൊരുക്കൽ പ്രവൃത്തികൾക്കാണ് കൃഷിമന്ത്രി VS സുനിൽകുമാർ തുടക്കമിട്ടത്. ആറന്മുള വിമാനത്താവള പദ്ധതി പ്രദേശത്തടക്കം കൃഷിയിറക്കുക എന്നത് LDF സർക്കാരിന്റെ പ്രധാന നയങ്ങളിലൊന്നായിരുന്നു. അതിന്റെ ഭാഗമായി വിമാനത്താവള പദ്ധതി പ്രദേശത്തിന് സമീപമുള്ള 56 ഹെക്ടർ ഭൂമിയിൽ കൃഷിയിറക്കുന്നതിനുള്ള പ്രാരംഭ നടപടികൾക്കാണ് കൃഷിമന്ത്രി VS സുനിൽകുമാർ ഇന്ന് തുടക്കമിട്ടത്. നിലമൊരുക്കൽ പ്രവൃത്തികൾക്കായി 5 ട്രാക്ടറുകളാണ് പാടത്തിറക്കിയത്. ആറന്മുളയിൽ നവംബർ 1 തന്നെ വിത്തിറക്കുമെന്ന് കൃഷിമന്ത്രി പറഞ്ഞു. ചരിത്രപ്രസിദ്ധമായ ആറന്മുളയിലാണ് തുടക്കം കുറിക്കാൻ കഴിഞ്ഞ വളരെ സന്തോഷമുണ്ട്. ഇതിനു മുമ്പ് തന്നെ മെത്രാൻ കായലിലും നെൽകൃഷിക്ക് ആവശ്യമായിട്ടുള്ള പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞു. അവിടെ നവംബർ മാസം 20-ാം തീയതിക്ക് മുമ്പായിട്ട് അവിടെ വിത്ത് എറിയാനാണ് ഉദ്ദേശിക്കുന്നത്. ഇവിടെ നവംബർ മാസം 1-ാം തീയതിയോടുകൂടി വിത്ത് എറിയാൻ വേണ്ടി ഉദ്ദേശിക്കുന്നുണ്ട്. അതിന് പുറമെ റാണി ചിത്രകായലിലും നെൽകൃഷി നവംബർ മാസത്തിൽ ആരംഭിക്കാൻ വേണ്ടി. ആറന്മുളയിൽ ഭൂപരിഷ്കരണ നിയമം ലംഘിച്ച KGS ഗ്രൂപ്പ് കൈവശം വെച്ചിരിക്കുന്നതായി കണ്ടെത്തിയ സ്ഥലം മിച്ചഭൂമിയായി പ്രഖ്യാപിക്കുന്നതിനുള്ള ലാൻഡ് ബോർഡ് രൂപീകരണം സമയബന്ധിതമായി പൂർത്തിയാക്കുമെന്നും മന്ത്രി പ്രതികരിച്ചു. ആറന്മുള വ്യവസായ മേഖലാ പ്രഖ്യാപനം പിൻവലിക്കുന്നതിനുള്ള തുടർ നടപടിക്രമങ്ങൾ അവസാന ഘട്ടത്തിലാണെന്നും കൃഷിമന്ത്രി കൂട്ടിച്ചേർത്തു. ന്യൂസ് ബ്യൂറോ, പത്തനംതിട്ട. മുംബൈയിൽ നാവികാസ്ഥാനത്ത് അതീവ സുരക്ഷാ നിർദ്ദേശം. വാർത്തകളിലേക്ക്. മുംബൈ നാവികസേന ആസ്ഥാനത്ത് അതീവ സുരക്ഷാ നിർദ്ദേശം. 6 ആയുധധാരികളെ കണ്ടെന്ന മുന്നറിയിപ്പിനെ തുടർന്ന് തെരച്ചിൽ ശക്തമാക്കി. വിവരങ്ങളുമായി മനു ശങ്കരൻ ചേരുന്നു. മനു, തെരച്ചിലിനൊടുവിലുള്ള വിവരങ്ങൾ കൂടി. അജിംഷാദ്, നിലവിൽ ഇപ്പോഴും തിരച്ചിൽ തുടരുകയാണ്. ഇപ്പോഴും ആരെയും കണ്ടെത്തിയിട്ടില്ല. അതിനാൽ ഇപ്പോൾ കിട്ടുന്ന പുതിയ വിവരം, നിലവിൽ ഈ നാവികസേന ആസ്ഥാനത്തിന് കൂടാതെ നിലവിൽ സമീപത്തുള്ള ബാബ ആണവ നിരീക്ഷണ കേന്ദ്രം, അതോടൊപ്പം ഓയിൽ നാച്ചുറൽ ഗ്യാസ് സ്റ്റേഷൻ എന്നിവയിലും കൂടുതൽ സൈനികരെ വിന്യസിക്കാനുള്ള നിർദ്ദേശം ഇപ്പോൾ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം നൽകിയിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ സൈനികരെ കൂടി ONGC സമീപത്തെ സ്കൂൾ, അതോടൊപ്പം നിലവിലെ ബാബ ആണവ നിരീക്ഷണ കേന്ദ്രം എന്നിവയിൽ വിന്യസിച്ചിട്ടുണ്ട് എന്നാണ് പുതിയതായി ലഭിക്കുന്നത്. രാവിലെ 11 മണിയോടെയായിരുന്നു തെക്കൻ മുംബൈയിലെ ഉറാൻ നാവികസേന ആസ്ഥാനത്തിന് സമീപം ആയുധധാരികളായ 4 പേരെ കണ്ടെന്ന് 2 സ്കൂൾ വിദ്യാർത്ഥികൾ അറിയിച്ചത്. ഇവർ പറഞ്ഞതനുസരിച്ച് കറുത്ത ജുബ്ബ ധരിച്ച് മുഖം മറച്ച് ആയുധധാരികളായ 4 പേർ മനസ്സിലാകാത്ത ഭാഷയിൽ സംസാരിച്ചെന്നും കുട്ടികൾ വ്യക്തമാക്കി. ONGC സ്കൂൾ എന്നീ 2 വാക്കുകളാണ് സംസാരത്തിൽ നിന്നും മനസ്സിലായതെന്നും ഈ വിദ്യാർത്ഥികൾ പറഞ്ഞിരുന്നു. തുടർന്ന് അധ്യാപകർ മുഖാന്തരം ഇവർ നാവിക ഉദ്യോഗസ്ഥരെ വിവരം അറിയിക്കുകയായിരുന്നു. പിന്നീട് സസൂക്ഷ്മമുള്ള പരിശോധനയാണ് നാവികസേന, അതോടൊപ്പം തീവ്രവാദ വിരുദ്ധ സേന, മുംബൈ പോലീസ് എന്നിവരുടെ നേതൃത്വത്തിൽ നടത്തുന്നത്. ഇപ്പോഴും തിരച്ചിൽ പുരോഗമിക്കുകയാണ്. ഈ തെക്കൻ മുംബൈയിലെ ഉറാന് സമീപത്ത് തന്നെയാണ് ഈ നിലവിലെ ഈ ബാബ ആണവ നിരീക്ഷണ കേന്ദ്രവും ഈ ONGC എന്ന് വ്യക്തമാക്കുന്ന ഓയിൽ നാച്ചുറൽ ഗ്യാസ് സ്റ്റേഷനും ഉള്ളത്. അതിനാൽ ഇവ കേന്ദ്രീകരിച്ച് ഇത്തരത്തിലൊരു ആക്രമണത്തിന് പദ്ധതി ഇട്ടിരുന്നു എന്നൊരു സംശയമാണ് നിലനിൽക്കുന്നത്. സംശയാസ്പദമായ സാഹചര്യത്തിൽ ആരെയും ഇതുവരെ കണ്ടെത്തിയിട്ടില്ല. നിലവിൽ നാവിക ആസ്ഥാനത്ത് മറൈൻ കമാൻഡോകളെ കൂടി വിന്യസിച്ചിട്ടുണ്ട്. നിലവിൽ ഈ കര കേന്ദ്രീകരിച്ച് മാത്രമല്ലാതെ ഇത്തരത്തിൽ ജലമുഖാന്തരം ഇവർ എത്തിയിട്ടുണ്ടോ എന്ന സംശയമാണ് ബലപ്പെടുന്നത്. അതിനാൽ നാവിക സേനയ്ക്ക് പുറമെ കോസ്റ്റ് ഗാർഡ് കൂടി സ്ഥലത്തേക്ക് എത്തി ഇപ്പോൾ തിരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുകയുമാണ്. അജിംഷ. ശരി മനു ശങ്കരനാണ് വിവരങ്ങൾ നൽകിയത്. ഉറി ആക്രമണത്തെക്കുറിച്ച് 3 ദിവസം മുമ്പേ സൈന്യത്തിന് മുന്നറിയിപ്പ് ലഭിച്ചിരുന്നതായി സൂചന. രഹസ്യാന്വേഷണ വിഭാഗമാണ് ഇക്കാര്യത്തിൽ മുന്നറിയിപ്പ് നൽകിയത്. 8 ലഷ്കർ ഭീകരർ നിയന്ത്രണ രേഖ നുഴഞ്ഞു കയറിയതായും മുന്നറിയിപ്പിൽ രഹസ്യാന്വേഷണ ഏജൻസികൾ ചൂണ്ടിക്കാട്ടിയിരുന്നു. രാജ്യത്ത് ഞെട്ടിച്ച ഉരി പട്ടാള ക്യാമ്പ് ആക്രമണത്തെക്കുറിച്ച് സൈന്യത്തിന് നേരത്തെ വിവരം ലഭിച്ചിരുന്നുവെന്ന സൂചനകളാണ് പുറത്തുവരുന്നത്. ഓഗസ്റ്റ് 28-ാം തീയതിയോടെ 8 ലഷ്കർ ഭീകരർ പട്ടാള ക്യാമ്പ് ആക്രമണം ലക്ഷ്യമിട്ട് നിയന്ത്രണ രേഖ നുഴഞ്ഞുകയറി. ഇക്കാര്യം സെപ്റ്റംബർ 15-ാം തീയതി രഹസ്യാന്വേഷണ വിഭാഗം പുറത്തുവിട്ട മുന്നറിയിപ്പ് അലർട്ടിൽ എടുത്തു പറയുന്നു. സൈന്യത്തിനടക്കം മുന്നറിയിപ്പ് നൽകി. ഉറി പട്ടാള ക്യാമ്പാണ് ഭീകരരുടെ ലക്ഷ്യമെന്നും രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ മുന്നറിയിപ്പിൽ പറയുന്നുണ്ട്. പക്ഷേ മുന്നറിയിപ്പ് കാര്യമാക്കി വേണ്ടത്ര മുൻകരുതലുകൾ കൈക്കൊള്ളുന്നതിൽ സൈന്യത്തിന് വീഴ്ച പറ്റിയെന്നാണ് രഹസ്യാന്വേഷണ വിഭാഗം ചൂണ്ടിക്കാട്ടുന്നത്. ഇക്കാര്യത്തിൽ ജാഗ്രത കുറവുണ്ടായിട്ടുണ്ടെന്ന് നേരത്തെ പ്രതിരോധ മന്ത്രി മനോഹർ പരീക്കർ വ്യക്തമാക്കിയിരുന്നു. വീഴ്ചകൾ ഉണ്ടാകാതിരിക്കാൻ ഇനി ശ്രമിക്കുമെന്നും മന്ത്രി അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, ദില്ലി.
കശ്മീരിൽ കൊല്ലപ്പെട്ട തീവ്രവാദി നേതാവ് ബുർഹാൻ വാനിയെ അനുകൂലിച്ച് UN പൊതുസഭയിൽ സംസാരിച്ച പാക് പ്രധാനമന്ത്രി നവാസ് ഷെരീഫിന് മറുപടിയുമായി ഇന്ത്യ. പാകിസ്ഥാന്റെ ഭീകരവാദത്തോടുള്ള ആഭിമുഖ്യമാണ് ഷെരീഫിന്റെ പ്രസ്താവനയിലൂടെ വെളിപ്പെടുന്നതെന്ന് വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. പാകിസ്ഥാന്റെ ഭീകരവാദത്തിന് ഇരയാണ് ഇന്ത്യയെന്നും വിദേശകാര്യ മന്ത്രാലയം കൂട്ടിച്ചേർത്തു. ഐക്യരാഷ്ട്രസഭയിലെ വേദി ഇന്ത്യക്കെതിരെ ഉപയോഗിച്ച് പാകിസ്ഥാൻ പ്രധാനമന്ത്രി നവാബ് ഷെരീഫ് വേദി വിട്ടതിന് പിന്നാലെയാണ് ശക്തമായ ഭാഷയിൽ ഇന്ത്യ തിരിച്ചടിച്ചത്. ഹിസ്ബുൾ മുജാഹിദീൻ കമാൻഡർ ബുർഹാൻ വാനിയെ പാകിസ്ഥാൻ പുകഴ്ത്തുന്നതിലൂടെ ഭീകരതയെ പ്രോത്സാഹിപ്പിക്കുകയാണെന്ന് വ്യക്തം. ഭീകരവാദത്തെ പ്രോത്സാഹിപ്പിച്ച് ഇന്ത്യക്കെതിരെ ഉപയോഗിക്കുക എന്നതാണ് പാകിസ്ഥാൻ കാലങ്ങളായി തുടരുന്ന നയം. ഇതിന്റെ പരിണിതഫലം അനുഭവിക്കുന്നത് ഇന്ത്യയാണ്. കടുത്ത മനുഷ്യാവകാശ ലംഘനമാണ് ഭീകരാക്രമണങ്ങൾ. ഇത് നയമായി രാജ്യം സ്വീകരിക്കുന്നത് യുദ്ധക്കുറ്റമായി കാണണമെന്നും ഐക്യരാഷ്ട്രസഭയിലെ ഇന്ത്യയിലെ ഫസ്റ്റ് സെക്രട്ടറി ഇനാം ഗംഭീർ അറിയിച്ചു. അന്താരാഷ്ട്ര തലത്തിൽ ലഭിക്കുന്ന ധനസഹായങ്ങൾ ഭീകരർക്കായി വകമാറ്റി ചെലവഴിക്കുകയാണ് പാകിസ്ഥാൻ. വേൾഡ് ട്രേഡ് സെന്റർ ആക്രമണത്തിന്റെ അന്വേഷണം ചെന്നെത്തിയത് പാകിസ്ഥാനിലാണെന്ന് ഓർക്കണമെന്നും ഇന്ത്യ ചൂണ്ടിക്കാട്ടി. തിങ്കളാഴ്ച വിദേശകാര്യമന്ത്രി സുഷമ സ്വരാജും സംസാരിക്കുന്നുണ്ട്. ഉറി ആക്രമണത്തിന് പിന്നിലെ പാകിസ്ഥാന്റെ പങ്ക് വ്യക്തമാക്കുന്ന തെളിവുകളോടെ സുഷമ സംസാരിക്കുമെന്നാണ് സൂചന. കാശ്മീർ വിഷയം പരിഹരിക്കാതെ ഇന്ത്യയുമായി സമാധാനത്തിനില്ലെന്നായിരുന്നു ഷെരീഫ് ഐക്യരാഷ്ട്രസഭയിൽ പ്രസംഗിച്ചത്. ബുർഹാൻ വാനിയെ പുകഴ്ത്തിയ ഷെരീഫ് ഉറി ആക്രമണത്തെ ഒഴിവാക്കി കാശ്മീരിലെ മനുഷ്യാവകാശ ലംഘനങ്ങളെക്കുറിച്ചാണ് പ്രധാനമായും സംസാരിച്ചത്. കാശ്മീർ വിഷയത്തിൽ UN ഇടപെടണമെന്നും ഷെരീഫ് ആവശ്യപ്പെട്ടു. എന്നാൽ ഇക്കാര്യം ഐക്യരാഷ്ട്രസഭ ജനറൽ സെക്രട്ടറി ബാൻ കി മൂൺ തള്ളിക്കളഞ്ഞു. വിഷയം ഇരു രാഷ്ട്രങ്ങളുടെയും ആഭ്യന്തര കാര്യമാണെന്ന് ബാൻ കി മൂൺ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ദില്ലി. ബീഫ് കഴിച്ചുവെന്നാരോപിച്ച് ഹരിയാനയിൽ ഗോരക്ഷാ പ്രവർത്തകർ ക്രൂരമായി പീഡിപ്പിച്ച മുസ്ലിം പെൺകുട്ടികളിൽ ഒരാളുടെ നില അതീവ ഗുരുതരമായി തുടരുന്നു. ആന്തരികാവയവങ്ങൾ ഭാഗികമായി തകർന്ന പെൺകുട്ടിയുടെ കുടുംബത്തിന് ഗോരക്ഷാ സംഘത്തിന്റെ വധഭീഷണിയുമുണ്ടായി. ബീഫ് കഴിച്ചതിന്റെ ശിക്ഷയെന്ന് പറഞ്ഞാണ് തന്നെയും സഹോദരിയെയും സംഘം മാനഭംഗപ്പെടുത്തിയതെന്നാണ് പെൺകുട്ടികളിൽ ഒരാൾ പീപ്പിൾ TVയോട് പറഞ്ഞത്. രാജ്യത്തെ നാണം കെടുത്തുന്ന സംഭവം അരങ്ങേറിയിട്ടും തെളിവ് ശേഖരണത്തിന് പോലും പോലീസ് തയ്യാറായിട്ടില്ല. രാജ്യം ഇന്ന് എവിടെയാണെന്ന് തെളിയിക്കുകയാണ് ഹരിയാനയിലെ മെവാത്ത് ഗ്രാമം. ബീഫ് കഴിച്ചുവെന്നാരോപിച്ച് ഹരിയാനയിൽ ഗോരക്ഷാ പ്രവർത്തകർ ശിക്ഷ നടപ്പാക്കിയത് കുടുംബത്തിലെ 2 പെൺകുട്ടികളെയും ക്രൂര ബലാത്സംഗം ചെയ്താണ്. ആഗസ്റ്റ് 25-ന് അർദ്ധരാത്രി വീട്ടിലെത്തിയ 10 അംഗ ഗോരക്ഷാ പ്രവർത്തകരാണ് ഈ നരഹത്യ നടത്തിയത്. तो यहाँ पर रात को 12 बजे के बाद में कुछ दरिंदे आते हैं. उन लोगों ने जो है 2 आदमियों को तो यहाँ पर ही मर्डर कर दिया उनका. ഹരിയാനയിലെ 61% വരുന്ന മുസ്ലിം ജനതയും താമസിക്കുന്ന ഇടം കൂടിയാണ് മെവാത്ത്. ബിരിയാണിയുടെ പാചക രുചിയാണ് ഹരിയാനയിലെ മെവാത്ത് ഗ്രാമം മുഴുവൻ. അത്തരത്തിലൊരു വീടായിരുന്നു ഇത്. ഈ വീട്ടിലെ 14ഉം 20ഉം വയസ്സ് പ്രായമുള്ള 2 പെൺകുട്ടികളെയാണ് ബീഫ് കഴിച്ചുവെന്നാരോപിച്ച് ഗോരക്ഷാ പ്രവർത്തകർ ക്രൂരമായി പീഡിപ്പിച്ചത്. ഇപ്പോൾ ഈ വീട് അടച്ചിട്ടിരിക്കുന്നു. മാനസികമായി തകർന്ന 2 പെൺകുട്ടികളും ചികിത്സയിലാണ്. എതിർത്ത 2 ബന്ധുക്കളെയും ക്രൂരമായി മർദ്ദിച്ച് കൊലപ്പെടുത്തി. ഇതിൽ 14 വയസ്സുകാരിയായ പെൺകുട്ടിയുടെ നില അതീവ ഗുരുതരമായി തുടരുകയാണ്. ആന്തരികാവയവങ്ങൾ ഭാഗികമായി തകർന്ന പെൺകുട്ടിയുടെ കുടുംബത്തിന് ഗോരക്ഷാ സംഘത്തിന്റെ വധഭീഷണിയുമുണ്ടായി. ഇതിനെ തുടർന്ന് ഗ്രാമം വിട്ട് മറ്റൊരിടത്ത് രക്ഷ തേടിയിരിക്കുകയാണ് കുടുംബം. ബീഫ് കഴിച്ചതിന്റെ ശിക്ഷയെന്ന് പറഞ്ഞായിരുന്നു ആക്രമണമെന്ന് പെൺകുട്ടികളിൽ ഒരാൾ വ്യക്തമാക്കി. खाते हो 2-3 बार नो पूछी तेरे पति कहाँ है, कब आएगा, मैंने कही हमारे बकरीद पाएगा, मोल ले लो. ചെവിക്ക് താഴെ മർദ്ദനമേറ്റ പെൺകുട്ടിയുടെ പിതാവ് പാതി തളർന്ന് കിടപ്പിലായി. എന്നാൽ ഇതുവരെ തെളിവ് ശേഖരണം നടത്താൻ പോലും പോലീസ് തയ്യാറായിട്ടില്ല. പ്രതികരണം ആരാഞ്ഞപ്പോൾ മറുപടി നൽകാൻ ഇതത്ര വലിയ വിഷയമല്ലെന്നായിരുന്നു മുഖ്യമന്ത്രി മനോഹർലാൽ ഖട്ടറിന്റെ പ്രതികരണം. ലോക ജനതയ്ക്ക് മുന്നിൽ രാജ്യത്തെ ലജ്ജിപ്പിക്കുന്ന ഈ സംഭവം മറ്റ് സ്ഥലങ്ങളിലേക്കെങ്കിലും ഉണ്ടാകുന്നതിന് മുമ്പ് തടയേണ്ടിയിരിക്കുന്നു. ക്യാമറാമാൻ ശൈലേഷ് കല്ലായിക്കൊപ്പം ഹരിയാനയിലെ മെവാത്തിൽ നിന്നും മനുശങ്കർ. കടയ്ക്കലിൽ വൃദ്ധയ്ക്കെതിരെയുള്ള പീഡന ശ്രമത്തിന് അറസ്റ്റിലായ പ്രതി വിജയകുമാറിനെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. അതിക്രമത്തിന് ഇരയായ വൃദ്ധയുടെ രഹസ്യമൊഴി മജിസ്ട്രേറ്റിന് മുന്നിൽ രേഖപ്പെടുത്താനും പോലീസ് തീരുമാനിച്ചു. അതേസമയം പ്രതി കോൺഗ്രസ് പ്രവർത്തകനായതിനാൽ ബിന്ദു കൃഷ്ണ കേസ് അട്ടിമറിക്കാൻ ശ്രമിക്കുകയാണെന്നും ആരോപണമുയരുന്നു. വൃദ്ധയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ പീഡനശ്രമം, പ്രകൃതിവിരുദ്ധ പീഡനം, അതിക്രമിച്ചു കടക്കൽ, ദേഹോപദ്രവം ഏൽപ്പിക്കൽ എന്നീ വകുപ്പുകൾ ചേർത്താണ് കോൺഗ്രസ് പ്രവർത്തകനായ ബാബു എന്ന് വിളിക്കുന്ന വിജയകുമാറിനെതിരെ കേസെടുത്തിട്ടുള്ളത്. പ്രതിയെ ഇന്ന് കടക്കൽ കോടതിയിൽ ഹാജരാക്കും. ഇയാൾക്ക് ജാമ്യം ലഭിക്കാനുള്ള സാധ്യത കുറവാണ്. ഇയാൾക്കെതിരെ മുൻപും പീഡനശ്രമത്തിന് പരാതി ഉണ്ടായിട്ടുണ്ടെന്ന് പോലീസ് പറഞ്ഞു. അമിതമായി മദ്യപിക്കുന്ന ആളാണ് പ്രതിയെന്നും മൊഴി ലഭിച്ചിട്ടുണ്ട്. തിരുവോണ ദിവസം രാത്രി 11 മണിയോടെ വൃദ്ധയുടെ വീട്ടിൽ അതിക്രമിച്ചു കയറി പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്നാണ് ഇയാൾക്കെതിരെയുള്ള പരാതി. പീഡന ശ്രമത്തിനിരയായ വൃദ്ധയുടെ രഹസ്യമൊഴിയും മജിസ്ട്രേറ്റിന് മുന്നിൽ രേഖപ്പെടുത്തും.
മൊഴി മാറ്റാതിരിക്കാനാണ് രഹസ്യമൊഴി രേഖപ്പെടുത്താൻ പോലീസ് തീരുമാനിച്ചത്. അതേസമയം പ്രതി കോൺഗ്രസ്കാരനാണെന്നും പ്രതിയെ രക്ഷപ്പെടുത്താനാണ് ബിന്ദുകൃഷ്ണ ശ്രമിക്കുന്നതെന്നും കടക്കൽ പഞ്ചായത്ത് പ്രസിഡന്റ് ബിജു ആരോപിച്ചു. ഈ കേസ് തേച്ചുമാച്ച് കളയുവാനുള്ള ശ്രമമാണോ ബിന്ദുകൃഷ്ണ അവിടെ നടത്തുന്നത്? ഞങ്ങൾക്ക് അവിടെ കൂടിയ ജനങ്ങൾക്ക് മൊത്തം സംശയമുണ്ടായി. കാരണം അതിനകത്ത് മറ്റാരും പരിശോധന സമയത്ത് കയറാൻ പാടില്ലാത്ത സ്ഥലത്ത് ഡോക്ടർ എന്നോട് പറഞ്ഞു ഇത് വളരെ കഷ്ടമാണെന്ന് പറഞ്ഞു. പക്ഷെ ഞങ്ങൾക്ക് എന്ത് ചെയ്യാം? കാരണം മഹിളാ കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റാണ് അവിടെ ഫോണും ചെയ്തുകൊണ്ട് അകത്ത് കയറി വന്ന്. അപ്പോൾ ഈ കേസിനെ കോൺഗ്രസ്സുകാരനായ പ്രതിയെ രക്ഷിക്കുവാൻ വേണ്ടി മനഃപൂർവ്വം ചെയ്തതാണോ എന്നൊരു സംശയം ഞങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അതേസമയം സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ കോൺഗ്രസ് കടക്കലിൽ പ്രതിഷേധ ധർണ നടത്തും. ന്യൂസ് ബ്യൂറോ, കൊല്ലം. വാർത്തകളിലേക്ക്. 14ാം കേരള നിയമസഭയുടെ 2ാം സമ്മേളനം ഈ മാസം 26-ന് ആരംഭിക്കുമെന്ന് സ്പീക്കർ പി ശ്രീരാമകൃഷ്ണൻ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ബജറ്റ് ചർച്ചയാണ് സമ്മേളനത്തിന്റെ പ്രധാന ലക്ഷ്യം. ദേവസ്വം റിക്രൂട്ട്മെന്റ് നിയമ ഭേദഗതി ബിൽ നിയമസഭയുടെ പരിഗണനയ്ക്ക് വരും. സമ്മേളനത്തിന് മുന്നോടിയായി സർവകക്ഷി യോഗം ചേരും. സഭയിൽ പ്രത്യേക ബ്ലോക്കായിരിക്കാനുള്ള കേരള കോൺഗ്രസിന്റെ കത്തിൽ അനുകൂല തീരുമാനമെടുത്തതായും സ്പീക്കർ അറിയിച്ചു. 14ാം കേരള നിയമസഭയുടെ 2ാം സമ്മേളനമാണ് ഈ മാസം 26-ന് ആരംഭിക്കുക. 2016-17 സാമ്പത്തിക വർഷത്തിലെ ബജറ്റ് ചർച്ചയാണ് സമ്മേളനത്തിന്റെ പ്രധാന ലക്ഷ്യം. ദേവസ്വം റിക്രൂട്ട്മെന്റ് നിയമ ഭേദഗതി ബില്ലും അടിസ്ഥാന സൗകര്യ നിക്ഷേപ നിധി ഭേദഗതി ബില്ലുമാണ് സഭയുടെ പരിഗണനയ്ക്ക് വരുന്ന പ്രധാന ബില്ലുകൾ. ധനവിനിയോഗ ബില്ലിന്റെ ചർച്ചയ്ക്കായി ഒരു ദിവസവും ഉപധനാഭ്യർത്ഥനകൾക്കായി മറ്റൊരു ദിവസവും മാറ്റിവെച്ചിട്ടുണ്ട്. നിയമസഭയിൽ പ്രത്യേക ബ്ലോക്കായിരിക്കാനുള്ള കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിന്റെ കത്ത് ലഭിച്ചതായും അതിൽ അനുകൂല നിലപാട് സ്വീകരിച്ചതായും സ്പീക്കർ അറിയിച്ചു. കെ മാണിയുടെ സീറ്റിന് മാറ്റമുണ്ടാവും. ഉമ്മൻചാണ്ടിക്കും ഒ രാജഗോപാലിനും മധ്യയാവും മാണിയുടെ പുതിയ ഇരിപ്പിടം. സഭ സുഗമമായി നടത്തുന്നതിന് സഭാ സമ്മേളനത്തിന് മുന്നോടിയായി സർവകക്ഷി യോഗം ചേരുമെന്നും സ്പീക്കർ പറഞ്ഞു. സർവകക്ഷി സമവായത്തോടുകൂടി സഭാ നടത്തിപ്പിന് ആവശ്യമായ എല്ലാ സമവായത്തിനുള്ള ശ്രമങ്ങളുണ്ടാവും. സഭയിൽ സ്വാഭാവികമായിട്ടും പ്രതിപക്ഷത്തിൻ്റെ ശബ്ദം ഉയരല്ലോ, അത് ഉയരണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. പക്ഷെ അത് സഭാ നടത്തിപ്പ് തടസ്സപ്പെടുത്തിക്കൊണ്ടായിരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. സഭ നടന്നാലല്ലേ പ്രതിപക്ഷത്തിന് പറയാനുള്ളത് പറയാൻ പറ്റുള്ളൂ. 1ാം കേരള നിയമസഭയുടെ വജ്ര ജൂബിലി സമുചിതമായി ആചരിക്കാനും നിയമസഭാ സെക്രട്ടേറിയറ്റിന് പദ്ധതിയുണ്ട്. സഭയിൽ സമർപ്പിച്ച വിവിധ സമിതി റിപ്പോർട്ടുകൾ വഴിപാടാകുന്നു എന്ന ആക്ഷേപം കണക്കിലെടുത്ത് ചർച്ചയ്ക്കായി കൂടുതൽ സമയം കണ്ടെത്തും. നിയമനിർമ്മാണ പ്രക്രിയയിൽ പൊതുജന പങ്കാളിത്തം ഉറപ്പുവരുത്തുന്നതിനായി ചർച്ചാവേദി വിപുലപ്പെടുത്തുമെന്നും സ്പീക്കർ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം.